ഈ കലോത്സവ വേദിയിൽ എല്ലാ മേഖലകളിലും പാരിപ്പള്ളി അമൃത സ്കൂളിൻ്റെ ഒരു പങ്കാളിത്തമുണ്ട്. അപ്പോൾ ഈ സംസ്കൃത കവിതാരചനയിൽ പാരിപ്പള്ളി അമൃത സ്കൂളിലെ ആർദ്ര എന്നൊരു മോളുണ്ട്, 9ാം സ്റ്റാൻഡേർഡിലെ വിദ്യാർത്ഥിനിയാണ്. ആർദ്ര പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ആർദ്രയുടെ വിശേഷങ്ങൾ, സംസ്കൃത കവിതാരചന എന്നൊക്കെ പറയുമ്പോൾ, ഈ കവിത എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിനകത്ത് കുറേ കാര്യങ്ങൾ അല്ലേ. അപ്പം പ്രത്യേകിച്ച് സംസ്കൃതം കൂടി ആകുമ്പോൾ അതെങ്ങനെയാണ്, ഇതിനോടുള്ളൊരു താല്പര്യം എങ്ങനെ ഉണ്ടായി? അത് അമൃത സ്കൂളിൽ വന്നതിന് ശേഷമാണ് സംസ്കൃതം പഠിച്ചു തുടങ്ങിയത്. സറീന ടീച്ചറും ശ്രീകുമാർ സാറുമാണ് എന്നെ കവിതാരചനയെ പറ്റി പഠിപ്പിക്കുന്നത്. അങ്ങനെ ഇത് താല്പര്യം വന്നതും പിന്നെ ഇഷ്ടപ്പെട്ട് പഠിച്ച്. ഇതൊക്കെ നമ്മളുടെ ഒരു ഉള്ളിൽ നിന്നുണ്ടാകെ വരുന്ന ചില അനുഭവങ്ങളോ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെയാണ് ഈ സൃഷ്ടികൾ പലതുമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരിക്കലും എനിക്ക് തോന്നുന്നു ഈ മറ്റ് കലാരൂപങ്ങളെ പോലെ കവിത, കഥ, ഇതൊക്കെ ഒന്നും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. പക്ഷേ അതിനുവേണ്ടി നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്താൻ നമുക്ക് ഒരുപാട് പേരുടെ ഉപദേശങ്ങളോ അല്ലെങ്കിൽ ഒരു സഹായങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്കൂളിൽ എങ്ങനെയാണ് ഇതിനെ സഹായിക്കുന്ന ആരൊക്കെയാണ്? സ്കൂളിൽ സറീന ടീച്ചറും ദീപ ടീച്ചറും പിന്നെ ശ്രീകുമാർ സാറ് അമൃത സ്കൂളിൽ പഠിപ്പിക്കുന്ന റിട്ടയർഡായി. ആ സാറിന് നല്ലോണം ഹെൽപ്പ് ചെയ്തു എന്നെ പഠിക്കാൻ. സാറ് കുറേ വിഷയം പറഞ്ഞു തന്നു, എങ്ങനെ എഴുതണ്ടേന്നൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ 5ാം ക്ലാസ് തൊട്ട് ഞാൻ ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. അങ്ങനെ സംസ്കൃതം അറിഞ്ഞ് എഴുതി. അങ്ങനെ അപ്പം മലയാളത്തിൽ അത് കവിത എഴുതുമ്പോഴാണോ അല്ലെങ്കിൽ സംസ്കൃതത്തിൽ കവിത എഴുതുമ്പോഴാണോ നമ്മുടെ ആശയങ്ങൾ കൂടുതൽ മോൾക്കുള്ളിൽ തോന്നുന്ന ഈ ആശയങ്ങളെ കൂടുതലായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റുന്നത്? അത് സംസ്കൃതത്തിലാണ്. കാരണം സംസ്കൃതത്തിലാണ് കൂടുതലും എഴുതിയിട്ടുള്ളത്, അതുകൊണ്ട് സംസ്കൃതത്തിൽ. അപ്പം ഏതൊക്കെ വിഷയങ്ങളാണ് ഇങ്ങനെ കവിത രചനയിൽ നമ്മൾ സെലക്ട് ചെയ്തു തിരഞ്ഞെടുക്കുമല്ലോ ചില വിഷയങ്ങൾ, അത് ഏതൊക്കെ വിഷയങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്? അത് പ്രകൃതിയെക്കുറിച്ച്, സന്ധ്യ, പ്രഭാതം, വൃഷ്ടി, കാലങ്ങളെക്കുറിച്ച് അതാണ് കൂടുതലും ചോദിക്കാറ്. ഓരോ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലും ചോദിക്കാറുള്ളത്. ഈ ഒരു മത്സരമാകുമ്പോൾ തന്നെ അതിനകത്തൊരു സബ്ജക്റ്റ് തന്നുകൊണ്ട് അതിനെക്കുറിച്ച് എഴുതാനാണ്. അപ്പോൾ ഇന്ന് കലോത്സവ വേദിയിൽ തന്ന ആ ഒരു സബ്ജക്റ്റ് അതെന്തായിരുന്നു? അത് സായാനന്ദാർണവ സൗഖ്യതു മാര്യം എന്നായിരുന്നു. അത് സന്ധ്യയെ കുറിച്ചായിരുന്നു ചോദിച്ചത്. സന്ധ്യയിലുള്ള പ്രകൃതിയെ കുറിച്ചായിരുന്നു ചോദിച്ചത്. അപ്പം അത് എങ്ങനെ എഴുതാൻ സാധിച്ചു? അതിനിപ്പോൾ ഇത്ര സമയക്രമങ്ങളൊക്കെ ഉണ്ടോ? ഒരുപാട് ഇത്ര സമയം കൊണ്ട് എഴുതണം എന്നൊക്കെ ഉണ്ടോ? അതായത് എങ്ങനെയാണ് സബ്ജക്റ്റ് തന്നതിന് ശേഷം 2 മണിക്കൂറാണ് ടൈം ഉള്ളത്, അതിനുള്ളിൽ എഴുതി കൊടുക്കാം. ഓക്കെ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം അത് ഉള്ളിലെ ആശയങ്ങളൊക്കെ അതിൽ പ്രകടിപ്പിക്കാൻ പറ്റുമോ? ഈ സമയം കൊണ്ട് എഴുതി വെക്കാൻ പറ്റുമോ? സാധിച്ചു. എഴുതാൻ കഴിഞ്ഞു. ഈ സംസ്കൃതം ഇത് സ്വാഭാവികമായിട്ടും ഇത് സംസ്കൃതത്തിൽ ഇത്ര ഒരു താല്പര്യമുള്ളപ്പം ഇതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കണം, കൃതികൾ വായിക്കണം അല്ലേ? അപ്പം അങ്ങനെയുള്ള എഴുത്തുകാരെ കുറിച്ച് അറിയണം, അവരുടെ പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് പിടിച്ച് നമ്മൾ വായിക്കണം. അങ്ങനെയൊക്കെ സാധിക്കാറുണ്ടോ? അങ്ങനെയില്ല. സംസ്കൃതം മാസികയൊക്കെ വായിക്കാറുണ്ട്, അങ്ങനെ രചന അതൊക്കെ വായിക്കാറുണ്ട്. അപ്പം പിന്നെ എഴുതിയ ഏതെങ്കിലും 3-4 വരികളെ കുറിച്ച് ആ ഒരു അർത്ഥത്തിൽ ഇപ്പം ഈ കലോത്സവത്തിൽ എഴുതിയ വരികളെ കുറിച്ച് പറയാമോ? ഇന്ന് എഴുതിയതോ? ഇന്ന് സന്ധ്യയെക്കുറിച്ചായിരുന്നു ചോദിച്ചത്. എഴുതിയത് സായം കുങ്കുമവർണ്ണ വിതരതി സൂര്യപ്രതിദിനം ആകാശേ മന്ദം മന്ദം ഗഗനതലാത് വിലയം യസ്യ ദിനകരഃ കുർവതി ഖലു നാമജപ സായം അനവധി ലഘുബാല വിവിധേ ഉത്തമ സ്തോത്രേ സാഗം ജഗദീശം തേ വന്ദന്തേ പർവ്വതശിഖരേ ദിനകരഃ വൃത്താകാരം പ്രാപ്നോതി മന്ദം മന്ദം വിലയം ഗച്ഛതി സന്ധ്യാസമയെ അതിരുചിരം മുനേഹ ധ്യാനം കുർവന്തി കവേഹ കാവ്യം രചയന്തി നദ്യാതീരെ ശ്വേതഭഗ യോഗാസനമപി കുർവന്തി മന്ദിരഭവനാദായാദി മംഗളകീർത്തനനാദസുഖം ഹൃദയാനന്ദിത നയനസുദോഷിത സന്ധ്യാവൃതഃ പ്രതിഭാതി. തുടക്കത്തിലൊന്ന് പറയാമോ എന്താണത്? അത് ഫസ്റ്റ് വരി സായം കുങ്കുമവർണ്ണ വിതരതി സൂര്യപ്രതിദിനം ആകാശേ, അതായത് സന്ധ്യാസമയത്ത് സൂര്യൻ ആകാശത്തിൽ കുങ്കുമവർണ്ണം വിതരതി കുങ്കുമവർണ്ണം, പിന്നെ മന്ദം മന്ദം ഗഗനതല ആകാശത്ത് നിന്ന് പതുക്കെ പതുക്കെ സൂര്യൻ പോകുന്നു, സന്ധ്യാസമയം വരുന്നു. തീർച്ചയായും അങ്ങനെയാണ്. അപ്പം ഈ സാധാരണ ഒരു കവിത എഴുതുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ആശയം കണ്ടെത്തുന്നു. അത് മത്സരത്തിൽ ആവുമ്പോൾ കുറച്ച് നിശ്ചിത സമയമുണ്ടാകും. ആ സമയം കൊണ്ടത് ആ ആശയം എഴുതി പഠിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ സംസ്കൃതത്തിലാണ് ഇപ്പോൾ ആർദ്ര അല്ലേ അത്തരം ഉള്ളിൽ തോന്നിയ ആ ആശയങ്ങൾ, ആ ഒരു സബ്ജക്റ്റിൽ കൊടുത്ത ആശയങ്ങൾ എഴുതി ഫലിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വളരെയധികം എല്ലാവിധ അഭിനന്ദനങ്ങളും വിജയങ്ങളും ഇനി ഈ കാര്യത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്.